ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഒരു വീഡിയോ ഒരു മതത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു മതത്തിനെ ഡീഗ്രേഡ് ചെയ്യുന്നതോ അല്ല കേട്ടോ. ഞാൻ ഒരു ഹിന്ദുവാണ്. ആൻഡ് ആ ഹിന്ദു മതത്തിൽ നിന്നുകൊണ്ട് തന്നെ വേറെ എല്ലാ മതങ്ങളെയും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡും. എന്നേക്കാളും കൂടുതൽ ഒരു പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ആയിരിക്കും എല്ലാ മതത്തിലും ഒരേപോലെ വിശ്വസിക്കുന്ന ഒരാളെന്ന് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഇതെല്ലാം ഇവിടെ പറയാനായിട്ട് കാരണം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് കുറേ പേര്, അതായത് ഒരു 90% ആൾക്കാരെങ്കിലും കേട്ടിട്ടുണ്ടാകും, കൃപാസനം പള്ളിയെ കുറിച്ച് കേട്ടോ. സോ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആൻഡ് ഞാൻ അവിടെ പോയിട്ട് എനിക്ക് കിട്ടിയ കുറച്ച് അനുഭവങ്ങളും അല്ലെങ്കിൽ എൻ്റെ കുറച്ച് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ടുണ്ടായ അനുഭവങ്ങൾ പറയാനായിട്ട് ഒരു യൂട്യൂബിലൂടെ തന്നെ പറയാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഈ കൃപാസനം പള്ളിയെ കുറിച്ച് അറിഞ്ഞത് എങ്ങനെയാണെന്ന് പറയാം. ആദ്യമേ ഞാൻ 2023 ജൂണിലാണ് സൗദിയിൽ നിന്ന് എക്സിറ്റ് അടിച്ച് നാട്ടിൽ വരുന്നത്. എക്സിറ്റ് അടിച്ച് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓസ്ട്രേലിയയിൽ പോകാനായിരുന്നു. അപ്പോൾ ആ ഓസ്ട്രേലിയയിൽ പോകുന്ന എൻ്റെ ഒരു കൺസെപ്റ്റിൽ 6 മാസം കൊണ്ട് എല്ലാം ശരിയാകും, നമുക്ക് അടുത്ത ഒരു സ്ഥലത്തേക്ക് എക്സാം എഴുതി പെട്ടെന്ന് പോയാൽ മതിയല്ലോ എന്ന ഒരു രീതിയിലാണ് ചാടിക്കയറി ഞാൻ എക്സിറ്റ് വന്നത്. പക്ഷേ ആ നാട്ടിൽ വന്ന് എൻ്റെ ആലോചനകളും എൻ്റെ ചിന്തകളും എല്ലാം എൻ്റെ കൈവിട്ട് പോയി. ഞാൻ NCLEX പഠിക്കാൻ പോയി, PTE എഴുതി. PTE എന്ന് പറയുന്ന ഒരു എക്സാം ഏറ്റവും എളുപ്പമുള്ള ഒരു എക്സാമാണ്, ലാംഗ്വേജ് ടെസ്റ്റ്. ഞാൻ പഠിക്കാൻ പോയതിൻ്റെ ടീച്ചർ എന്നോട് പറഞ്ഞു, നിനക്ക് ഈ 2 മൊഡ്യൂളിന് ഫുള്ള് കിട്ടും, മറ്റേതിൻ്റെ കാര്യം കുറച്ച് കുറവായിരിക്കും, എന്നാലും നീ ക്രാക്ക് ചെയ്യുമെന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ബട്ട് നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചത്. ടീച്ചർ പറഞ്ഞത് ഭയങ്കര ഓപ്പോസിറ്റ് ആയിപ്പോയി കേട്ടോ. അങ്ങനെ എനിക്ക് റിക്വയർഡ് സ്കോർ കിട്ടിയില്ല. അത് തന്നെ എന്നെ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് ആഴ്ത്തി. എന്നുവെച്ചാൽ എന്താ ഇത്രയും എളുപ്പമുള്ള എക്സാം എനിക്ക് കിട്ടിയില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ NCLEX എഴുതിയെടുക്കും. NCLEXന് പോയി, NCLEX കിട്ടിയില്ല ഫസ്റ്റ് ടൈം. സോ അങ്ങനെ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡായി. ഓസ്ട്രേലിയയിലേക്കുള്ള ഏജൻസിക്ക് പൈസ കൊടുത്തു. ഏകദേശം ഒരു 4.5 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായി. ഇതെല്ലാം എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് ചിലവാകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇത് തോന്നും. കാരണം ജോലിയില്ല, എവിടെന്നെങ്കിലും ഫണ്ട് വരുന്നു, അങ്ങനെയെങ്കിലല്ലേ നമുക്ക് ബാലൻസ് ആവുള്ളൂ. അങ്ങനെ ഭയങ്കര ഡിപ്രസ്ഡായിട്ടിരിക്കുന്ന സമയത്താണ് ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു വീഡിയോ വന്ന് പെട്ടു എൻ്റെ മുമ്പിൽ. കൃപാസനത്തിൽ പോയിട്ട് OET പാസ്സായിരുന്നു. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു, കൃപാസനത്തിൽ പോയ OET പാസ്സായി, അങ്ങനെയാണെങ്കിൽ NCLEXും PTE ഒക്കെ പാസ്സാവുമല്ലോ. ആ ഒരു ചിന്തയിൽ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് കൃപാസനത്തിലൊന്ന് പോകണം. ഹസ്ബൻഡ് ചോദിച്ചത് എവിടെയാണ്? ഹസ്ബൻഡ് ചോദിച്ചാൽ പോകാമെന്ന് അപ്പം തന്നെ പറഞ്ഞു കേട്ടോ. എവിടെയാണെന്ന് പിന്നാണ് ചോദിച്ചത്. അങ്ങനെ ഞങ്ങൾ നോക്കി എവിടെയാണ്. നോക്കിയപ്പോൾ എന്താ, ഞങ്ങൾ എറണാകുളത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തുനിന്ന് എപ്പോൾ എറണാകുളത്തോട്ട് വരുമ്പോഴും ഈ പള്ളീൻ്റെ ഫ്രണ്ടിൽ തിരക്ക് കാണും. ഞാനും എൻ്റെ ഹസ്ബൻഡ് വിചാരിക്കുന്നത് ധ്യാനകേന്ദ്രമാണ്, അവിടെ ഇത്രയും തിരക്കോ എല്ലാ സമയത്തും എന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചു വരുന്നൊരു പള്ളിയായിരുന്നു. എന്തായാലും ഗൂഗിളിൽ നോക്കിയപ്പം ഗൂഗിൾ മാമൻ പറഞ്ഞത് ഈ പള്ളീൻ്റെ കാര്യമാണോ. ഒന്നും നോക്കിയില്ല, പോകാം എന്ന് ഹസ്ബൻഡ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിന് മുമ്പേ എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമെന്ന്. ഗൂഗിളിൽ നോക്കി ഉടമ്പടി എന്ന് കണ്ടു. എന്താണ് ഉടമ്പടി അറിയില്ല. എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു. ഞാൻ എല്ലാ പള്ളിയിലും പോകുന്നതാണെന്ന് പറയാനായിട്ട് കാരണം എന്താണ്, എനിക്ക് ഈ പള്ളീനെ കുറിച്ച് ഞാൻ പോയി പ്രാർത്ഥിക്കുന്നു വരുന്നു, അല്ലാതെ എനിക്ക് ആ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പം ഉടമ്പടി പറഞ്ഞിട്ടുണ്ട്. 5 കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 നിയോഗങ്ങൾ നമുക്ക് മാതാവിന് സമർപ്പിക്കാം, അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു, വായിച്ചു നോക്കിയപ്പം എല്ലാം ഓക്കെയാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് നല്ലതാക്കാം എന്ന ചിന്തയുള്ളവർക്ക് പറ്റുന്ന ഒരു കാര്യമാണ് 5 കാര്യങ്ങളും. പക്ഷെ അതിനകത്ത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തെന്താണെന്നറിയോ? വിഗ്രഹാരാധന. ഞാനൊരു ഹിന്ദുവാണ്. ഹിന്ദുസ് നോർമലി വിഗ്രഹാരാധനയാണല്ലോ ചെയ്യുന്നത്. അത് ചെയ്യാൻ പറ്റത്തില്ലേ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്കിത് പറ്റത്തില്ലായിരിക്കും. നമ്മുടെ ആ ഒരു കാസ്റ്റ് ഒഴിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്, അത് ശരിയല്ല. സോ നമുക്ക് വേണ്ട. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മുമ്പിൽ തന്നെ വേറെ ഒരു വീഡിയോ വന്നു. വിഗ്രഹാരാധനയെന്ന് ഉദ്ദേശിക്കുന്ന അതൊന്നുമല്ല, നമ്മൾ ഈ മനുഷ്യ ആൾക്കാരെയൊക്കെ ആരാധിക്കത്തില്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇതിന് പോകത്തില്ലേ, അതിൻ്റെ ഒരു വേറെ ഒരു രൂപമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന വിഗ്രഹാരാധനയല്ല കേട്ടോ. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഓക്കെ ആക്കി ഞങ്ങൾ അന്നേരം പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവിടുത്തെ വർക്കേഴ്സ് എല്ലാം നമ്മളടുത്ത് ഭയങ്കരമായിട്ട് സോഷ്യലായിട്ട് ഇടപെടുന്ന നല്ല മനസ്സുള്ള ആൾക്കാരാണ്. ഞാൻ ഇവിടെ ഒരു ചേച്ചി ചോദിച്ചു, ചേച്ചി ഞാൻ ഹിന്ദുവാണ്, എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്പലങ്ങളിലൊക്കെ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ ചേച്ചി പറഞ്ഞു, അങ്ങനത്തെ ഒരു പ്രശ്നവും ഇവിടെ ഇല്ല. നിങ്ങൾ ഏത് ജാതിക്കാരാണോ ആ ജാതിയുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാത്രം ഇവിടുത്തെ പ്രാർത്ഥന ചൊല്ലിയാൽ മതിയെന്ന്. അപ്പോൾ എനിക്കിഷ്ടമായി. ശരിയാണ്, ആ ഒരു കാര്യം നല്ലൊരു കാര്യമാണെന്ന് മനസ്സിലായി. അങ്ങനെ നേരെ വീട്ടിൽ വന്നിട്ട് ഓൺലൈനാണ് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഉടമ്പടിക്കകത്ത് ഉള്ള കുറേ കാര്യങ്ങൾ, പ്രെയർ ആണെങ്കിലും എല്ലാം നമ്മൾ ക്യാൻഡിലും കാശുരൂപമൊക്കെ നമ്മൾ ഓൾറെഡി പുറത്തു നിന്നൊക്കെ കൗണ്ടറിൽ നിന്നൊക്കെ കിട്ടുന്ന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് പ്രെയറൊക്കെ തുടങ്ങി എല്ലാമായി. പിന്നെ അപ്പം ഇങ്ങനെ ഇപ്പോൾ പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറഞ്ഞിട്ട് ഒരിതുണ്ട്. അതായത് നമുക്കുള്ള അനുഭവങ്ങളും നമുക്ക് ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളും ഒക്കെ
മറ്റൊരാളുടെ അടുത്തൂടെ നമ്മൾ പറയണം, അല്ലെ എനിക്ക് ഇങ്ങനെ ഇവിടെ പോയിട്ട് ഇന്നതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ അങ്ങനെ പറയാറില്ലല്ലോ, അങ്ങനെ പറയണം. അപ്പം അങ്ങനെ ദുഃഖം അനുഭവിക്കുന്ന അവർക്കും കൂടി അത് പ്രയോജനമാണ്. അതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പം അത് നമുക്ക് പല രീതിയിൽ പറയാം. പത്രമുണ്ട്, അതുപോലെ തന്നെ ഇവരുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് പറയാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അവരുടെ അടുത്ത് പോയി പറയാം. അങ്ങനെയൊക്കെയുള്ള പല രീതിയുണ്ട്. ഓൺലൈൻ എടുക്കുമ്പോൾ നമുക്ക് പത്രമൊന്നും കേട്ടത്തില്ല, നമ്മൾ ഷെയർ ചെയ്യുന്ന ഇതാണ്. അപ്പം ഞാൻ വിചാരിച്ചു, കുറച്ച് നാൾ ഇങ്ങനെ ആയപ്പം എൻ്റെ മൈൻഡ് തന്നെ മാറി. ഞാൻ എങ്ങനെയായിരുന്നു അറിയുമോ, ഞാനൊരു ദൈവവിശ്വാസി എന്ന് പറയുന്ന ഒരാളല്ല. എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്ന് തോന്നുമ്പോൾ ഞാൻ അന്നേരം പോയി പ്രാർത്ഥിക്കും, എന്നിട്ട് ദൈവമേ അതൊന്ന് സഹായിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് പോരും. പിന്നെ വിഷമം വരുമ്പോൾ മാത്രമേ അടുത്ത ദൈവത്തിനെ വിളിക്കാറുള്ളൂ. അല്ലാതെ എനിക്ക് പ്രാർത്ഥനയോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാണുന്ന ഒരാളും അല്ല ഞാൻ. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കെ എൻ്റെ അടുത്ത് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി, ഞങ്ങളാണെങ്കിൽ ഈ എറണാകുളത്ത് താമസിക്കുന്നതുകൊണ്ട് തന്നെ ഒരു മാസം 4-5 വട്ടം പള്ളിയിൽ പോകും കേട്ടോ. സാധാരണ ഈ ഉടമ്പടിയൊക്കെ എടുത്തിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പ്രാവശ്യം വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പുതുക്കാൻ വരുമ്പോഴാണ് പള്ളിയിൽ വരുന്നത്. അതായത് മൊത്തത്തിൽ 3 മാസം കൂടുമ്പോൾ രണ്ട് പ്രാവശ്യം. ഞങ്ങളാണെങ്കിൽ ഒരു മാസം 4-5 പ്രാവശ്യമൊക്കെ പോകും. കാരണം ഈ വീട്ടിൽ പോകുന്ന സമയത്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം കയറും. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ എന്തിനാ പിന്നെ ഓൺലൈൻ എടുത്തേക്കുന്നത്, എനിക്ക് തീർത്ഥാടന ഉടമ്പടി എന്നെ എടുത്താൽ പോരെ, ഞാൻ എല്ലാ മാസവും ഇത്രയും തവണ പോകുന്നുണ്ട്, പിന്നെ പത്രവും കൂടെ വാങ്ങിച്ച് കൊടുക്കുന്ന ഒരു ഇതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി തീർത്ഥാടന ഉടമ്പടി ക്ലാസ് എല്ലാം കേട്ട്, ഒരു 3 മണിക്കൂറത്തെ ക്ലാസ് ഉണ്ട്, അതെല്ലാം കേട്ടിട്ട് പോയി ഞാൻ ഉടമ്പടി എടുത്തു. അപ്പോൾ ആ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് സംഭവിച്ച കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ആ ഉടമ്പടി എടുക്കുമ്പോൾ അതിനകത്ത് 5 നിയോഗങ്ങൾ എഴുതാൻ പറ്റും. ആ 5 നിയോഗങ്ങളിനകത്ത് നമുക്ക് ഏറ്റവും നടക്കാത്ത കാര്യങ്ങൾ, അതായത് നമ്മൾ ശ്രമിച്ചു, ഭയങ്കരമായിട്ട് ശ്രമിച്ചു, അത് ഒരു കാരണവശാലും നടക്കില്ല എന്ന് പറയുന്ന 5 കാര്യങ്ങൾ വേണം കേട്ടോ ആ നിയോഗത്തിൽ എഴുതാനായിട്ട്. അത്രയും സത്യമായി അമ്മ മാതാവ് നമ്മുടെ കൂടെ വരും, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കും എന്നാണ് കേട്ടോ. അമ്മ മാതാവിൻ്റെ ഒരു റോള് എന്താണെന്ന് വെച്ചാൽ മാധ്യസ്ഥം വഹിക്കുക എന്നുള്ളതാണ് കേട്ടോ. അമ്മ മാതാവിന് കൊടുത്തേക്കുന്ന ഒരു റോള് മാധ്യസ്ഥം വഹിക്കുക. അതായത് നമ്മുടെ ഒരു കാര്യത്തിൽ അമ്മ മാതാവ് വന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈശോയിലൂടെ അത് നമുക്ക് സാധിച്ചു കിട്ടും. അതാണ് വിശ്വാസം. ഓക്കെ, ആ അമ്മ മാതാവ് ശരി വെച്ച് കഴിഞ്ഞാൽ ഈശോന് എതിര് പറയാൻ പറ്റത്തില്ല, ഈശോ അത് നമുക്ക് സാധിച്ചു തരും. അതാണ് അമ്മയുടെ റോള്. ഓക്കെ, അവിടെ ഉള്ളത്. സോ ഞാൻ ഉടമ്പടി എടുത്തു. ആദ്യത്തെ എൻ്റെ നിയോഗം ഞാൻ വെച്ചിരുന്നത് എനിക്ക് ജോലിയായിരുന്നു, ഓസ്ട്രേലിയയിൽ പോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരണം എന്നായിരുന്നു. രണ്ടാമത്തെ രോഗസൗഖ്യത്തിൻ്റെ കാര്യങ്ങളായിരുന്നു. മൂന്നാമത് ദൈവത്തിനോട് ചേർന്ന് നിൽക്കാനും പ്രേക്ഷിത പ്രവൃത്തിയും എല്ലാം കൂടുതലായിട്ട് ദൈവത്തിനോട് അടുക്കാനുള്ള അനുഗ്രഹം തരണേ എന്നുള്ളതായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ എഴുതി. 5 നിയോഗം എഴുതി. അത് കഴിഞ്ഞപ്പോൾ ആ മാസം തൊട്ട് എനിക്ക് സംഭവിച്ചത് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. ഞാൻ ഓരോ ചെറിയ കാര്യങ്ങൾ വിചാരിക്കുമ്പോഴും ഉണ്ടല്ലോ അതെനിക്ക് സാധിച്ചു കിട്ടും. സാന്നിധ്യം വരെ നമുക്ക് ഫീലായി. അതായത് ഇടയ്ക്ക് എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം, ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മുല്ലപ്പൂവിൻ്റെ മണം, അതുപോലെ തന്നെ കുന്തിരിക്കത്തിൻ്റെ മണം ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക സെയിം ടൈമിൽ തന്നെ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവും, പക്ഷേ പുള്ളിക്കത് ഫീൽ ചെയ്യത്തില്ല. അതാണ് വ്യത്യാസം. അപ്പം നമ്മളിങ്ങനെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉടമ്പടിയിൽ എഴുതിയിരിക്കുന്ന നിയോഗം ഓസ്ട്രേലിയയിൽ പോകണമെന്നാണല്ലോ. ആദ്യത്തെ 3 മാസം കഴിഞ്ഞു ഉടമ്പടി ഞാൻ വീണ്ടും റിന്യൂ ചെയ്തു. ചെറിയ കാര്യങ്ങളൊക്കെ നടന്നു. എന്നാലും എനിക്ക് പേഴ്സണലി എന്താ പറ്റിയെന്നറിയോ, ഞാൻ ഭയങ്കരമായിട്ട് ദൈവത്തിൽ അങ്ങോട്ട് വിശ്വസിക്കാൻ തുടങ്ങി, ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കാൻ തുടങ്ങി, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇച്ചിരി ലേറ്റായിട്ട് കിട്ടിയാലും അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും കിട്ടുന്നതെന്ന് ചിന്തിക്കാൻ തുടങ്ങി. ദൈവത്തിനോട് കൂടുതലായിട്ട് അടുക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ നെഗറ്റിവിറ്റിയൊക്കെ അങ്ങോട്ട് മാറി. എനിക്ക് പൈസ ഇല്ലല്ലോ, എനിക്ക് ജോലി ഇല്ലല്ലോ എന്നൊക്കെയുള്ള നെഗറ്റിവിറ്റീസൊക്കെ മാറി. ഞാൻ ഭയങ്കര റിലാക്സ് ആവാൻ തുടങ്ങി. പിന്നെ ദൈവത്തിനോട് അടുക്കും തോറും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഓരോരോ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. ഓരോരുത്തരുടെയും സങ്കടം കേൾക്കണം എന്നുള്ളൊരു മൈൻഡ് വന്നു, ഓരോരുത്തരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള മൈൻഡ് വന്നു. അങ്ങനെ വേറെ ഒരു ലോകത്തായി മാറി ഞാൻ കേട്ടോ, ആകെ അങ്ങ് മാറി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ 3 മാസത്തെ ഉടമ്പടിയിൽ എനിക്ക് കിട്ടിയത്. പക്ഷേ എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഞാൻ ഒരിക്കലും കൈവിട്ടില്ല. അതിൽ തന്നെ ഞാൻ നിന്നു. രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ നമ്മൾ കേൾക്കണം. അതിനകത്ത് അച്ഛൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, നമുക്കൊരു കാര്യം നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ അത് ദൈവത്തിൻ്റെ ഹിതമല്ലെന്ന് വിചാരിക്കുക, അതിൽ നിന്ന് ട്രാക്ക് മാറ്റി വിടുക എന്നുള്ളത്. രണ്ടാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കിയ സമയത്ത് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ് ഞാൻ വെച്ചിരുന്ന സ്ഥലം ഞാൻ ആ ട്രാക്ക് അങ്ങ് മാറ്റി. ദൈവത്തിന് ഹിതം എന്നെ ഏത് രാജ്യത്ത് വിടണമെന്നാണോ അവിടെ എന്നെ വിടണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ട്രാക്ക് മാറ്റി പിടിച്ചത്. ഞാൻ ഒരു പർട്ടിക്കുലർ സ്ഥലം ദൈവത്തിനോട് പറയുമല്ലായിരുന്നു. ആ ട്രാക്ക് മാറ്റിയിട്ട് ഞാൻ ദൈവത്തിന് ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഞാൻ വിട്ടുകൊടുത്തു. അതാണ് എൻ്റെ രണ്ടാമത് ഞാൻ ഉടമ്പടി എടുത്തപ്പം വെച്ച നിയോഗം. അതിൽ ദൈവം എന്തായാലും ഒരു ട്രാക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ആ ട്രാക്കിൽ മുമ്പോട്ട് പോന്നു, അതും സാധിച്ചു കിട്ടും എന്നുള്ള ഒരു ഭയങ്കര വിശ്വാസത്തിലാണ് ഞാൻ. അപ്പം അതങ്ങനെ പോന്നു. അപ്പം വീട്ടിലുള്ള
എല്ലാവർക്കുമുള്ള രോഗസൗഖ്യമാണ്. ആ രോഗസൗഖ്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതിയത് എൻ്റെ മോൻ്റെ കാര്യമാണ്. എൻ്റെ മോന് 8 വയസ്സുള്ളപ്പോൾ തൊട്ട് ആസ്മയുടെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതങ്ങനെ ഭയങ്കരമായിട്ട് കൂടി അവൻ ഇൻഹേലറും ഒക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നു, ആൻറ്റിബയോട്ടിക് ഒത്തിരി എടുക്കുന്നു, പിന്നെ ബാക്കിയുള്ള ഡെറിഫിലിൻ അങ്ങനെയുള്ള ഒരുപാട് സാൽബട്ടമോൾ അങ്ങനെയുള്ള ഒരുപാട് മെഡിസിൻസ് കൊച്ചെടുക്കാൻ തുടങ്ങി. ഭയങ്കര സിവിയറായി തുടങ്ങി. അങ്ങനെ ഞാൻ ഈ നാട്ടിൽ വന്ന സമയത്ത് എൻ്റെ മോൻ എൻ്റെ അടുത്ത് വരുമ്പോൾ വലിയൊരു ബോക്സ് ആയിട്ടാണ് വരുന്നത്. അതായത് പ്രായം ചെന്നവർ അവരവരുടെ ഷുഗറിൻ്റെ BP-യുടെ ഒക്കെ മരുന്ന് കഴിക്കത്തില്ലേ, ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ മോൻ ഒരു ഡെപ്പ മെഡിസിനായിട്ടായിരുന്നു വരുന്നത്. അങ്ങനെ ഒരു ദിവസം എനിക്കത് കണ്ടപ്പം ഒട്ടും തന്നെ സഹിച്ചില്ല. കാരണം അറിയാലോ, 8 വയസ്സുള്ള ഒരു കുഞ്ഞ് ഇത്രയും മരുന്ന് കഴിക്കുമ്പോൾ അവൻ്റെ ബോഡിയിലുണ്ടാവുന്ന അതിൻ്റെ മാറ്റങ്ങൾ, അവൻ സ്ഥിരം ആ മെഡിസിൻ എടുക്കുമ്പോൾ അതിന് ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് എനിക്കത് സഹിച്ചില്ല. ഞാൻ നേരെ ആ ബോക്സുമായിട്ട് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഇടമുണ്ട്. അത് ഇന്നും എനിക്ക് അങ്ങനെ എൻ്റെ പ്രാർത്ഥിക്കുന്ന എൻ്റെ മാതാവും ഞാൻ ആരാധിക്കുന്ന എല്ലാ ദൈവങ്ങളെ ഞാൻ ഒരുമിച്ച് വച്ചേക്കുന്ന കേട്ടോ. അങ്ങനെ ഒരിടം എനിക്ക് ഇപ്പോൾ ഉണ്ട്. പണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. സോ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവിനോട് പറഞ്ഞു, മോന് ഇങ്ങനൊരു അസുഖം തുടങ്ങിയിട്ട് ഇപ്പം ഇത്രയും നാളായി. 8 വയസ്സുള്ളപ്പം തൊട്ട് തുടങ്ങിയതാണ് ഈ അസുഖം. അതായത് ഇപ്പോഴും അവനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മ മാതാവ് അവനെ സുഖപ്പെടുത്തും. അവൻ ഇനിയും ഒരു ഇൻഹേലർ കൊണ്ട് ഇനി മുമ്പോട്ട് പോകണം, ഒരു മരുന്ന് അവൻ ഇനി എടുക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ആ രൂപത്തിൻ്റെ മുമ്പിൽ ഞാൻ ആ ബോക്സ് വെച്ചു. അപ്പം അമ്മ മാതാവിനോട് ഞാനത് കരഞ്ഞു പറഞ്ഞു, എനിക്ക് ആ മരുന്നെല്ലാം ഒഴിവാക്കി തരണം, ഒരു ഇൻഹേലർ വെച്ചിട്ട് അവൻ ഇനി മുമ്പോട്ട് പോകണം, ആ ഇൻഹേലർ വരെ കുറേ നാൾ കഴിയുമ്പം ഒഴിവാക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അത്ഭുതം, അത് ഭയങ്കര അത്ഭുതം എന്ന് പറയാം. എൻ്റെ മോന് ഞാൻ അന്ന് ഇത് സമർപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് മുതൽ ഒരു മരുന്ന് പോലും അവന് എന്ത് വന്നാലും കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് ഉടമ്പടി നേർച്ച വസ്തുവായിട്ടുള്ള ഉപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുവച്ച് തരാം, അവന് എപ്പോൾ ശ്വാസം മുട്ടലും ചുമയോ എന്ത് വന്നാലും ഈ ഉപ്പിൻ്റെ ഇച്ചിരി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ തന്നെ അത് പ്രാർത്ഥിച്ച് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് മമ്മി എടുത്ത് പറഞ്ഞു, ഇന്ന് മുതൽ അവന് ഒരു മെഡിസിനും കൊടുക്കരുത്, അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞു എന്താണെങ്കിലും. അങ്ങനെ ഇൻഹേലർ മാത്രം എടുത്ത് അവൻ ഒരു 5-6 മാസം അങ്ങനെ പോയി. ഇപ്പം എൻ്റെ മോൻ ആ ഇൻഹേലർ പോലും എടുക്കുന്നില്ല, അറിയോ. അപ്പം അത്രയും സിവിയർ ആയിരുന്ന എൻ്റെ മോനെ ഞാൻ കാണിക്കാത്ത ഓരോ ഡോക്ടേഴ്സ് ഇല്ല. ഏറ്റവും എന്താ പറയുക, ഫേമസ് ആയിട്ടുള്ള കൊല്ലത്തുള്ള മിക്ക ഡോക്ടേഴ്സിനെയും എൻ്റെ മോനെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ മോൻ്റെ രോഗസൗഖ്യമാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടും എൻ്റെ അമ്മ എനിക്ക് തന്ന ബ്ലെസ്സിങ്. ഓക്കെ, ഇനി രണ്ടാമത് പറയാനുള്ള, എൻ്റെ അമ്മയ്ക്ക് ഒരു 3-4 വർഷമായിട്ട് തന്നെ മുട്ടുവേദനയാണ്. എൻ്റെ അമ്മ തയ്ക്കുന്നതൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം കുറേ നാളായിട്ട് മമ്മിക്ക് തയ്ക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒരു പ്രാവശ്യം പോയപ്പോൾ ഈ തൈലം വെച്ചിട്ട് മമ്മിയുടെ മുട്ടയെ തേച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോന്നു. അത് കഴിഞ്ഞിട്ട് മമ്മി ഒരു പ്രാവശ്യം ആലപ്പുഴ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, മമ്മി പള്ളിയിലൊന്ന് കയറിയിട്ട് പോരെ, പ്രാർത്ഥിച്ചിട്ട് പോരെ എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഞാനും പ്രാർത്ഥിച്ചു. മമ്മി എന്ന് പള്ളിയിൽ കയറിയിട്ട് തിരിച്ചിറങ്ങുന്നു അന്ന് കഴിയുമ്പോൾ മമ്മിക്ക് മുട്ടുവേദന ഉണ്ടാവരുതെന്ന് പറഞ്ഞു. കൃത്യം അതുപോലെ തന്നെ എൻ്റെ മമ്മിക്ക് ആ മുട്ടുവേദന എല്ലാം മാറി. ഇപ്പം മമ്മി സൂപ്പറായിട്ട് ഓരോ തടത്തും നടന്നാണ് മമ്മി പോകുന്നത്. അപ്പം അത്രയും വ്യത്യാസം മമ്മിക്കും വന്നു. പിന്നെ മൂന്നാമത്തെ നിയോഗം വെച്ചിരുന്നത് അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ രോഗസൗഖ്യമായിരുന്നു. രണ്ടാമത്തെ മൂന്നാമത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ജോലിയില്ലല്ലോ, അപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു. അന്നേരം ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഞാൻ തിരിച്ച് സൗദി വരുമെന്നോ അങ്ങനെയൊന്നും. ഇങ്ങനെ നിൽക്കെ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, എനിക്കൊരു ജോലി വേണം എന്ന് പറഞ്ഞു. ആ ജോലി വേണമെന്ന് പറഞ്ഞപ്പോഴും എന്താ പറയുക, ഞാൻ നാട്ടിലാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ നാട്ടിൽ അമൃതയിൽ ജോലിക്ക് കയറാൻ വേണ്ടി ഇൻ്റർവ്യൂവിന് പോയി. എനിക്ക് അന്നേരം തോന്നിയ 40,000 രൂപ എഴുതാനായിരുന്നു. ആക്ച്വലി ഉണ്ടല്ലോ, അവരപ്പം തന്നെ എന്നോട് പറഞ്ഞു വിട്ടു കേട്ടോ. എൻ്റെ 40,000 രൂപ സാലറി വെച്ചിട്ട് അവരുടെ 4 പേർക്ക് സാലറി കൊടുക്കുക. അതുകൊണ്ട് തന്നെ അവരെന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ഈ 20,000 30,000 അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് എന്തിനാണ് ജോലി ചെയ്യുന്നത് ഇവിടെ, തിരിച്ച് ഞാൻ സൗദിക്ക് പോകാം, എൻ്റെ പേപ്പേഴ്സ് എല്ലാം വാലിഡ് ആണല്ലോ എന്ന് പറഞ്ഞു. ഹസ്ബൻഡിന് ഭയങ്കര ഹാപ്പിയായി. ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നിൻ്റെ അടുത്ത് അത് അങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ, നീ തിരിച്ച് പോകണം എന്നുള്ളത്, നിന്റെ ഇഷ്ടപ്രകാരം നീ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞില്ലേ, നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള സൈക്യാട്രിക്കിലാണ്. അപ്പം എനിക്ക് ഇൻ്റർവ്യൂസ് ഒന്നും സൈക്യാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നില്ല, ER ഒക്കെയാണ് വരുന്നത്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ER തന്നെ എടുത്തു. ERലൊക്കെ ചെറിയ രീതിയിലുള്ള വാർഡിലൊക്കെ ആണെങ്കിലും ചെറിയ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് വലിയ കേസസ് ഒന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ എങ്ങനെ പോകും, എന്ത് പറയും എന്നൊന്നും എനിക്കറിയത്തില്ല. മുംബൈയിലായിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു. നേരെ ഞാനും എൻ്റെ 2-3 ഫ്രണ്ട്സും കൂടി മുംബൈ വിട്ടു. മുംബൈയിലേക്ക് പോയി. ടെൻഷനൊക്കെ ഉള്ളിൽ നന്നായിട്ടുണ്ട്. കാരണം പണി അറിയില്ലല്ലോ. ക്രിട്ടിക്കലായിട്ടുള്ള ഒറ്റ കേസും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. കയറിയിരുന്നു.
എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ചു. എൻ്റെ അടുത്ത് ആ മാഡം ചോദിച്ചതാണ്, ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നീ ആൻസർ പറയാൻ റെഡിയാണോ, കാരണം നിനക്ക് സൈക്കാട്രിക് എക്സ്പീരിയൻസ് ആണല്ലോ കൂടുതലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ കോൺഫിഡൻറ്റ് കണ്ടുകൊണ്ട് എൻ്റെ അടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കേട്ടോ, കുറേ ചോദിച്ചു. ബട്ട് എങ്ങനെ ആൻസർ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ലാസ്റ്റ് ഞാൻ എന്ത് പൊട്ടത്തരോ വിളിച്ച് പറഞ്ഞ പോലെ എനിക്ക് തോന്നി. എന്നിട്ട് ഞാൻ ചാടി ഇങ്ങനെ എണീറ്റിട്ട് ഞാൻ പോകാൻ തുടങ്ങിയതാണ്. കിട്ടത്തില്ലെന്നും പറഞ്ഞ് എന്നെ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു യു ആർ സെലക്റ്റഡ് എന്ന്. എനിക്ക് കരച്ചിൽ വന്നു. എന്താണെന്ന് വെച്ചാൽ ഈ കാശ് രൂപ എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ ഞാൻ പിടിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ചിട്ടാണ് കയറുന്നത്. അമ്മ മാതാവായിരിക്കണം എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞു. യു ആർ സെലക്റ്റഡ് എന്നും പറഞ്ഞു. എന്നിട്ടൊരു വാക്ക് പറഞ്ഞു, നീ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തെന്ന്. ആ ഒരു വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് തറച്ചു. അതായത് ഞാൻ ഒരിക്കലും ഇങ്ങനെ എന്താ പറയുക എക്സ്പെക്റ്റ് ചെയ്തതല്ല എന്നെ ഇങ്ങനെയൊക്കെ ആകുമെന്നുള്ളത്. എനിക്കവിടെ ജോലി കിട്ടി, ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ ജോലി കിട്ടി, അതും നേരത്തെ നിന്ന് സാലറി തന്നെ. ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അങ്ങനെ ജോലി പെട്ടെന്ന് തന്നെ വിസേൻ്റെ കാര്യങ്ങളെല്ലാം ആയി കയറി വന്നു. അങ്ങനെ അത് അമ്മ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹത്താൽ ഞാനിവിടെ വന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എല്ലാ ദിവസവും ഞാൻ ഡ്യൂട്ടിക്ക് പോകും പ്രാർത്ഥിച്ചിട്ടാണ്. അങ്ങനെ ഇപ്പം കുറേ ഏരിയയിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു. അത് ഭയങ്കര അത്ഭുതമാണ് എന്നെ സംബന്ധിച്ച്. കാരണം ഞാൻ ഭയങ്കര ബേസിക്കിൽ നിന്ന് വന്ന് ഒരിക്കലും ഞാൻ എൻ്റെ മെറിറ്റിനെ വിശ്വസിച്ചിട്ടല്ല കേട്ടോ പോകുന്നത്. എനിക്കെല്ലാം അറിയാം എന്ന് വിശ്വസിച്ചിട്ടല്ല. ഞാൻ ആരുടെയും മുഖത്ത് നോക്കി പറയും എനിക്കറിയില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം എൻ്റെ മെറിറ്റല്ല എനിക്ക് വേണ്ടത്, എനിക്ക് ദൈവത്തിൻ്റെ ഗ്രേസ് ആണ് വേണ്ടത്. സോ ഞാൻ അങ്ങനെ തന്നെ നിന്നു, താന്ന് തന്നെ നിന്നു. എല്ലാവരോടും ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, പണി അറിയില്ല എനിക്ക്. അങ്ങനെ തന്നെ ഞാൻ നിന്നു. ദൈവം ചെറിയ ചെറിയ രീതിയിൽ എന്നെ എല്ലാ ഏരിയയിലും നന്നായിട്ട് തന്നെ പഠിക്കാനുള്ള ആ ഒരു ഇത് തന്നു, ബ്ലെസ്സിങ് തന്നു, ഗ്രേസ്. ദൈവത്തിൻ്റെ ഗ്രേസിൽ ഞാൻ ഏറ്റവും നന്നായിട്ട് ജോലി ചെയ്ത് പോന്നു. എനിക്ക് എന്നാലും ക്രിട്ടിക്കൽ ഏരിയ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം എനിക്ക് അവിടെയും പേടിയില്ലാതായി. കാരണം ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് ദൈവമേ എന്തൊരു ക്രിട്ടിക്കൽ ഇത് വന്നാലും നീ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തോടെയാണ് ഞാൻ പോകുന്നത്. അപ്പം നിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നെ അവിടെ നിന്ന് കാക്കുന്നത്. അങ്ങനെ പറയാറുണ്ട്, നിൻ്റെ സഹായമാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, ഇത്രയും പറഞ്ഞിട്ട് പോവും. അവിടെ കിട്ടിയാലും ഞാൻ ഭയപ്പെടാറില്ല. ഇപ്പോൾ ജോലി ചെയ്ത് തിരിച്ചു വരും. നാലാമത്തെ നിയോഗം വെച്ചിരുന്നത് ഹസ്ബൻഡിന് ഒരു ജോലി ആവണം, ഫാമിലിയായിട്ട് ഒരിടത്ത് നിൽക്കാൻ പറ്റണം, പിള്ളേരും എല്ലാവരുമായിട്ട് ഒരിടത്തൊന്ന് സെറ്റ് ആവണമെന്നായിരുന്നു. അമ്മ മാതാവിന് ഭയങ്കര പദ്ധതിയുണ്ട് നമ്മളെക്കുറിച്ച്. നമ്മൾ ചിന്തിക്കുന്ന പോലല്ല ദൈവം നമ്മളെക്കുറിച്ച് ഉള്ള കരുതൽ എന്ന് പറയുന്നത്. സോ ആ ചിന്തയിൽ ദൈവം ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് പറയുകയാണെങ്കിൽ ഇപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. കാരണം ഹസ്ബൻഡിന് ഒരു ഇൻ്റർവ്യൂ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ തന്നു. പക്ഷേ ആ ഇൻ്റർവ്യൂ അങ്ങ് തട്ടി മാറ്റി പോയി കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ആ തട്ടി മാറ്റി പോയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ദൈവം ഒരു ജോലി കൊടുക്കാമായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ വരുന്നത് അത് ഇനിയാണ് കേട്ടോ. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇനിയാണ് പറയാൻ പോകുന്നത്. സോ അത് ഞാൻ വിഷമിക്കുന്നില്ല. എൻ്റെ ഹസ്ബൻഡിന് ഒരു ജോലി കൊടുത്തില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ വിഷമിക്കുന്നില്ല. അതിൻ്റെ കാര്യങ്ങൾ ഭാവിയിൽ ഒരു നല്ല കാര്യത്തിനായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങൾ ഇനി ഞാൻ പറയത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ മോനെ 2 പാസ്പോർട്ട് ഓൾറെഡി ഞങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. 3ാമത് പാസ്പോർട്ടിനായിരുന്നു. അതായത് പേര് ചേഞ്ച് ചെയ്തപ്പോഴത്തേക്കും അപ്പോൾ 2 പാസ്പോർട്ടിൽ പേര് 2 പ്രാവശ്യം ഓൾറെഡി പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 3ാമത്തെ പ്രാവശ്യം നമ്മൾ തിരിച്ച് പഴയ പേരിലേക്ക് ആക്കാനായിട്ട് കൊടുത്തപ്പോൾ അവരെ റിജക്റ്റ് ആക്കി നേരെ ട്രിവാൻഡ്രത്തേക്ക് അവർ വിട്ടു. അവിടെ ചെന്നപ്പോൾ ഈ കുഞ്ഞിന് പാസ്പോർട്ട് കിട്ടത്തില്ലെന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചു. കാരണം അത്രയും ഞങ്ങളൊന്ന് ചുറ്റിച്ചവർ. അവിടെ ചെന്നപ്പോൾ ആ പാസ്പോർട്ട് ഓഫീസർ, മെയിൻ ഓഫീസറിൻ്റെ പേര് മേരി എന്ന് തുടങ്ങുന്ന ഒരു പേരാണ്. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇല്ല എൻ്റെ മോന് പാസ്പോർട്ട് കിട്ടും എന്ന്. നേരെ ആ മേഡത്തിൻ്റെ അടുത്താണ് കയറിയത്. മേഡം ചോദിച്ചു, ഒരു വാക്കേ ചോദിച്ചു, നിങ്ങളെന്താ പാസ്പോർട്ട് എടുത്ത് കളിക്കുക എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മാം ഞങ്ങൾ വേറെ ഒരു രാജ്യത്ത് പോകാനായിട്ട് എടുത്തതായിരുന്നു, അത് പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് തിരിച്ച് മോൻ്റെ പേര് പഴയതുപോലെ ആക്കണം എന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല, ഒപ്പിട്ട് തന്നു, സാധനം സാങ്ഷനായി, പാസ്പോർട്ട് കിട്ടി. അത് പ്രാർത്ഥിച്ചിട്ട് പോയ പോലെ തന്നെ ഞാൻ എവിടെ എന്തിന് കാശ് രൂപം കൊണ്ട് പോകുന്നോ അത് അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തരും. എന്ത് കാര്യമാണെങ്കിലും ഭയങ്കര വിശ്വാസമാണ് ആ ഒരു കാര്യത്തിൽ. പിന്നെയുള്ള കാര്യം, ഞാൻ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നടന്നെന്ന് പറഞ്ഞില്ലേ, അതിൽ എൻ്റെ ബ്രദറിന് ഒരു ലോൺ ഉണ്ടായിരുന്നു. ആ ലോൺ ആക്ച്വലി നമ്മുടെ പ്രമാണം വെച്ചിട്ട് എടുത്തായിരുന്നു. അതൊരു 8-10 വർഷമായിട്ട് ഇങ്ങനെ ഇരുന്ന് പോകുന്ന ഒരു ലോണായിരുന്നു. എത്ര അടച്ചാലും ഇങ്ങനെ കുറേ എമൗണ്ട് കൂടി ഇങ്ങനെ ഭയങ്കര ഒരു ബാധ്യതയായിട്ട് എൻ്റെ വീട്ടിൽ അമ്മമ്മയ്ക്കാണെങ്കിലും പപ്പയ്ക്കാണെങ്കിലും അതൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ, എന്താകും എന്നുള്ളത്. എന്തായാലും ഇരിക്കുന്നിരിപ്പി ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, എൻ്റെ വീട്ടുകാർക്ക് ഒരു കാര്യത്തിലും ഒരു ടെൻഷനും ഉണ്ടാവരുത്, അതൊന്ന് ഒഴിച്ചു തരണമേ എന്നുള്ളത്. അതിൻ്റെ ടെൻഷനായിരുന്നു ശരിക്കും. കാരണം ലോൺ അറിയാലോ, പെരുകി ഇങ്ങനെ ഭയങ്കരമായിട്ട് ജപ്തിയിൽ വരെ എത്തും. അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ എത്തിക്കാതെ മാതാവ് എന്ത് ചെയ്യുന്നയോ നൈസിനെ അതങ്ങ് സോൾവ് ആക്കി. ആങ്ങളയ്ക്ക് ഡൽഹിയിൽ ഒരു വീടുണ്ടായിരുന്നു. ആ വീട് അങ്ങോട്ട് വിറ്റിട്ട് ഈ ലോണിൻ്റെ കടം അങ്ങ് തീർത്തു. കാരണം
ആ വീട് കൊണ്ട് അവിടെ ആങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ആ വീട് കൊണ്ട് ഇപ്പം അതങ്ങനെ ഡെഡ് മണിയായിട്ട് ഇട്ടിട്ട് പ്രയോജനമൊന്നുമില്ല. നാട്ടിൽ നന്നായിട്ട് കടം കയറുന്നുണ്ട്. സോൾവ് ആക്കിയത് അങ്ങനെയാണ്. വീട് വിൽക്കാതെ കിടന്ന് ഭയങ്കരമായിട്ട് ഉള്ള ഒരു എമൗണ്ടിൽ, അതായത് നാട്ടിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ടിൽ ആ ഒരു ലോൺ ക്ലോസ് ആക്കി കടം ഒഴിച്ച് നമുക്ക് കിട്ടി. അത് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു ദൈവത്തിൻ്റെ. പിന്നെ അതുപോലെ എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ 2 ഫ്രണ്ട്സിനും, ഒരാൾക്ക് 43 വയസ്സുണ്ട്, ഒരാൾ എൻ്റെ കൂടെ പഠിച്ചതാണ്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ഇങ്ങനെ ജോലിയില്ലാതെ എന്നെപ്പോലെ തന്നെ നിൽക്കുന്ന 2 ആൾക്കാരായിരുന്നു. അവർക്ക് എന്താ പറയുക, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഉള്ള അവസരം സൗദിയിൽ ശരിക്കും 38 വയസ്സാണ് മാക്സിമം അലൗഡ് ചെയ്യുന്നത്. പക്ഷേ 43 വയസ്സുള്ള ചേച്ചിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടി. അതുപോലെ തന്നെ എൻ്റെ മറ്റേ ഫ്രണ്ടിനും ഇതുപോലെ തന്നെ ഇവർ 2 പേരും ഒരേ സ്ഥലത്ത് വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ 2 പേർക്കും ഞാൻ സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞ് മാതാവിനോട് പറഞ്ഞ് 2 പേർക്കും ഇൻ്റർവ്യൂ പാസ്സായി. അവർ അവരുടെ വിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. സോ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു പ്രാവശ്യം പള്ളിയിൽ പോകണം. ഒരാൾ ഉടമ്പടി എടുത്ത ആളായിരുന്നു, അപ്പം അവരത് കണ്ടിന്യൂ ചെയ്യാണ്ട് പോയി. ഒരാൾ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു പ്രാവശ്യം, പക്ഷേ ഇനി ഒന്നുകൂടെ പോകണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ അങ്ങനെ സൗദി വന്നു കഴിഞ്ഞിട്ട് സൗദിയിൽ ഭയങ്കര അത്ഭുതം നടന്നത് എന്താണെന്നറിയോ? എൻ്റെ ഹസ്ബൻഡിന് ജോലി കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ വന്ന് ഫാമിലി വിസയുടെ കാര്യത്തിന് പോയി. ഈ ഒരു സൗദിയിൽ ഇത്രയും വലിയൊരു ഹോസ്പിറ്റലായിട്ട് ഇവിടെ ഫാമിലി വിസ ഉണ്ടെന്ന് പലർക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെ HR പോയി അന്വേഷിച്ചു. 3-4 പ്രാവശ്യം പോയി. ഒരാള് ഭയങ്കരമായിട്ട് തടസ്സം നിന്നിട്ട്, ഈശോ നഷ്ടപ്പെടുമ്പോൾ വന്നുകൂടുന്ന നഷ്ടം അതിഭയങ്കരമാണ്. ഈ ലോകം മുഴുവനും നമുക്ക് നഷ്ടപ്പെടുന്നതിനേക്കാളും വലിയ നഷ്ടമാണ്. ഈശോയെ കൂടാതെ ജീവിക്കുന്നവൻ മഹാദരിദ്രനാണ്. എൻ്റെ കൂടെ ശരിക്കും ഈശോ ഉണ്ടോ? ഈശോ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ട്. പക്ഷേ ഞാൻ ഈശോയുടെ കൂടെയാണോ? എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ വാക്കുകൾ ഈശോയ്ക്ക് ഇഷ്ടമുള്ളതാണോ? നമുക്ക് ചിന്തിക്കാം. ഈശോയോട് ചേർന്ന് നിൽക്കാനായിട്ട് ഒന്ന് പരിശ്രമിക്കാം. അപ്പം ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഇന്നതിനാണ്. നീ എൻ്റെ കൂടെ വാ, നിന്റെ പേപ്പർ ഞാൻ ശരിയാക്കി തരാമെന്ന്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഓക്കെ, അപ്പം അങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങളിലും കാക്കുന്ന ഒരാളാണ് അമ്മ മാതാവ്. ഞാൻ എവിടെ പോയാലും എൻ്റെ അമ്മ മാതാവിനെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. പിന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ക്രിസ്ത്യനിലേക്ക് മാറിയോ, എപ്പോഴും മാതാവിൻ്റെ കാര്യം മാത്രമേ ഉള്ളതോ? ഈ ഒരു വീഡിയോയിൽ കൃപാസനത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാതാവിനെ കുറിച്ച് പറഞ്ഞത്. ഞാൻ മതം ഹിന്ദു തന്നെയാണ്. എൻ്റെ എല്ലാ അമ്പലങ്ങളിലും ഞാൻ പോകുന്നുണ്ട്, എല്ലാ ദൈവത്തിനോടും പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മാതാവിനെയും കൂടെ ഞാൻ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഏത് ദൈവത്തിനെ പ്രാർത്ഥിച്ചാലും നമ്മുടെ മനസ്സ് നല്ലതാണെന്നുണ്ടെങ്കിൽ ഒരു ദൈവവും നമ്മളെ കൈവിടത്തില്ല. അപ്പോൾ നമ്മൾ പണ്ട് നിന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ കുറേ നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ബ്ലെസ്സിങ്സ് തനിയെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കൃപാസനത്തിൽ വന്നിട്ട് ഞാൻ പഠിച്ച കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒരാളുടെ വിഷമം എന്ന് കേൾക്കുമ്പോൾ അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക, അവരുടെ വിഷമത്തിൽ പങ്കുചേരുക. ഒരാൾ ഒരു പ്രാർത്ഥനാ സഹായം പറഞ്ഞാൽ ആ പ്രാർത്ഥിക്കുക എന്നുള്ളത്, ഞാൻ പണ്ടെന്നല്ല ഇപ്പോഴും പല ആൾക്കാരും അങ്ങനെയാണ്. ഞാൻ ഇന്ന് എക്സാം പാസ്സാവാനായിട്ട് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞാൽ ആരും പ്രാർത്ഥിക്കില്ല. ഓക്കെ ഡി എന്ന് പറയും, ഇല്ലേ? എത്ര പേരുണ്ട് അതിനകത്ത് പ്രാർത്ഥിക്കുന്നത്? അത് പ്രാർത്ഥന കൊണ്ടുവരിക ജീവിതത്തിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ളതിന് ഒരു 10 രൂപ ഉണ്ടെങ്കിൽ 1 രൂപ മറ്റൊരാൾക്ക് കൊടുക്കുക, മനസ്സോടെ കൊടുക്കുക. അത് ദൈവത്തിന് വേണ്ടിയിട്ട് കൊടുക്കുക. ആഴ്ചയിൽ 1 പ്രാവശ്യം ഉപവസിക്കുക, 1 നേരം മതി കേട്ടോ ഉപവസിക്കുക. അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക. ഇതിലാണെന്നുണ്ടെങ്കിൽ ധ്യാനം കേൾക്കണമെന്നാണ്, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പം അതൊക്കെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കൊണ്ടുവരിക. ഒരിക്കലും പ്രാർത്ഥനയല്ല കൃപാസനത്തിലെ മാറ്റം എന്ന് പറയുന്നത്. അവൻ പറയുന്ന പോലെ ചെയ്യാനാണ് പറയുന്നത്. അതായത് ഈശോ പറയുന്ന പോലെ ചെയ്യാൻ നമ്മുടെ പ്രവൃത്തിയിൽ വേണം നമ്മളത് കൊണ്ടുവരാൻ വേണ്ടി. ചുമ്മാതിരുന്ന് നമ്മൾ എന്ന് രാവിലെ പ്രാർത്ഥിച്ചിട്ട് മാറ്റാൻ കാര്യമില്ല കേട്ടോ. നമ്മൾ ദൈവം എന്താണോ നമുക്ക് വേണ്ടി ചെയ്യുന്നത് അത് ഉടമ്പടി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഒരു കരാർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ജോലി ദൈവം ഏറ്റെടുക്കും, ദൈവത്തിൻ്റെ ജോലി നമ്മൾ ഏറ്റെടുക്കുക. അതാണ് ഈ ഉടമ്പടി എന്ന് പറയുന്ന സാധനം. അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതിനകത്ത് കഠിനമായിട്ട് ചെയ്യാനായിട്ട് ഒന്നുമില്ല. പിന്നെ ബാക്കിയുള്ള നമ്മുടെ ദുശീലംസൊക്കെ നമ്മളവിടെ മാറ്റി വയ്ക്കുക. ഉടമ്പടിയിൽ അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. എല്ലാവരും ജീവിതത്തിൽ നല്ലതാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടിയിലേക്ക് വന്നിട്ട് അത് ഉടമ്പടി പോലെ ജീവിക്കുക. അത് നമ്മളൊരു മതം മാറുന്നതല്ല, ഒന്നുമല്ല. നമ്മുടെ ലൈഫ് നമ്മൾ നല്ലതാക്കി കൊണ്ടുവരുന്നതാണ് ഉടമ്പടി. അത്രയേ ഉള്ളൂ. അതിൽ ഈശോ പറയുന്ന പോലെ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഈശോ പറയുന്ന ഓരോ കാര്യങ്ങളും ഏറ്റവും നല്ലതാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈശോ എന്നല്ല ബാക്കിയുള്ള എല്ലാ ദൈവവും നമുക്ക് ബ്ലെസ്സിങ് തരും. കാരണം ഏറ്റവും നല്ല കാര്യമാണ് അതിനകത്ത് പറയുന്നത്. ഏതൊരു ദൈവമാണെങ്കിലും നമ്മുടെ അടുത്ത് പറയുന്നത് എന്താണ്? ഏതൊരു ഖുറാനിലാണെങ്കിലും
രാമായണത്തിലാണെങ്കിലും മഹാഭാരതത്തിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും എല്ലാം പറയുന്നത് നമ്മൾ നന്മ ചെയ്യണം, നമ്മളെപ്പോലെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കണം, ഉടുപ്പില്ലാത്തവൻ ഉടുപ്പ് കൊടുക്കണം, ഭക്ഷണം ഇല്ലാത്തവന് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതൊക്കെ തന്നെയാണ് ഉടമ്പടിയിലുമുള്ളത്. സോ ആരും പിന്നെ മതം പറയുവാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാനൊരാൾ എല്ലാ അമ്പലങ്ങളിലും പോകുന്നതാണ്. പള്ളിയുടെ ഒരു കാര്യങ്ങളും എനിക്ക് അറിയത്തില്ലായിരുന്നു. അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയതാണ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫിലിം ഉണ്ട്, അത് കാണാം. അപ്പം ഈശോ എങ്ങനെയാണ് ജനിച്ചത്, പിന്നെ അതിൻ്റെ കഥകളൊക്കെ എന്താണ്, അമ്മയുടെ റോൾ എന്താണ്, അമ്മ മാതാവിൻ്റെ റോൾ എന്താണ് എന്നൊക്കെ ഒന്ന് അറിയണം എന്ന്. അങ്ങനെ ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഇന്നതൊക്കെയാണ് സ്റ്റോറി ഉള്ളതെന്ന് മനസ്സിലായത്. പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും മുസ്ലിം പള്ളിയിലും പോകുന്നവരാണ്. പള്ളിയിൽ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് കിട്ടുന്ന ഒരു റിയാൽ പോലും നമുക്ക് ബർക്കത്തുള്ളതാണ്. നമ്മൾ ചിലവാക്കുന്ന ഓരോ റിയാലും, അതായത് നമുക്ക് കിട്ടുന്ന 1 രൂപയാണെങ്കിൽ പോലും നമുക്ക് ഈ പുണ്യ മണ്ണിൽ നിന്ന് കിട്ടുന്നതാണ്. സോ ഞങ്ങളുടെ നാട്ടിൽ പോകുമ്പം പള്ളികളിൽ പോകാറുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് പറ്റുന്ന നേർച്ചയാണെങ്കിലും എന്താണെങ്കിലും പള്ളിയിലേക്ക് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉള്ള സമയത്ത്, സൗദിയിലുള്ള സമയത്ത്, എപ്പോൾ നോമ്പ് ടൈം ആണെങ്കിലും എല്ലാ മാസവും, മീൻസ് ആ നോമ്പ് ടൈം ഒരു മാസമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 മാസം എടുക്കാറുണ്ട്, ഇല്ലെങ്കിൽ 10 ദിവസമെങ്കിലും നോമ്പെടുക്കും. അത് ഹസ്ബൻഡ് ഇവിടെ ഉള്ളപ്പം ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഞങ്ങൾ ആ ഒരു മതത്തിനോട് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ് കേട്ടോ. അങ്ങനെ എല്ലാ മതത്തിനും ഒരേപോലെ കാണുന്നതാണ്. അപ്പം ഈ വീഡിയോയ്ക്ക് എനിക്ക് മാതാവ് തന്ന കുറേ അനുഗ്രഹങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ്. ഇനി അവിടുത്തെ പത്രവും കൃപാസനത്തിൽ നിന്ന് കിട്ടുന്ന തൈലം അതൊക്കെ ഉടമ്പടി എടുക്കുമ്പോഴാണ് കേട്ടോ കിട്ടുന്നത്. നമ്മളത് ശരിക്കും ഒരാൾക്ക് മറ്റൊരാൾക്ക് കൈമാറാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ഈ ഓരോ പ്രാവശ്യം തൈലം ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഈ ഒരു തൈലം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരുപാട് രോഗസൗഖ്യം ഒക്കെ കിട്ടിയ ഒരു അനുഗ്രഹമുള്ള ഒരു സ്ഥലമാണ്. ഇതുവരെ പോയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരിക. ഉടമ്പടി എടുക്കാൻ ഞാൻ പറയുന്നില്ല, പക്ഷേ ഉടമ്പടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് മാറ്റം നമ്മുടെ ഉള്ളിൽ തന്നെ വരും. അത് നമ്മുടെ ലൈഫിൽ നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉടമ്പടിയിലുള്ളൂ. അല്ലാതെ മതപരമായി അവരുടെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ അതിനകത്തില്ല കേട്ടോ. സോ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. അതിൻ്റെ ഉടമ്പടി നമുക്ക് എല്ലാ ദിവസവും എടുക്കാം. സൺഡേ സാറ്റർഡേ ഒക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ. എല്ലാ ദിവസവും 7 മണി അങ്ങനെ കുറച്ച് സമയമുണ്ട്. എനിക്ക് സമയം കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ ഉടമ്പടി എടുത്തിട്ട് നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾക്ക് മാറി ചേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് എനിക്ക് കൃപാസനത്തിൽ പോയ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ വന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ബൈ.